ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഹോട്ട് ടോപ്പിക് ആണ്. അതായത് ഇനി വരുന്ന പരീക്ഷകളിൽ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ SCRTയുടെ പുതിയ ടെക്സ്റ്റ് മാറിയതിനകത്ത് കുറച്ച് വാക്സിൻസിനെ കുറിച്ച് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, വാക്സിനേഷൻ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ജനിക്കുന്ന സമയം തൊട്ട് ഒരു 16 വയസ്സിനുള്ളിൽ ജനിക്കുന്ന സമയം തൊട്ട് ഒരു 16 വയസ്സിനുള്ളിൽ എടുത്തിരിക്കേണ്ട വാക്സിൻസിന്റെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് 100% പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഓക്കെ, അപ്പോ നമുക്ക് ആ കാര്യങ്ങളൊന്ന് പഠിക്കാം. അപ്പൊ അത് കുറേ ഉള്ളത് കൊണ്ട് തന്നെ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും ചില ആൾക്കാർക്കെങ്കിലും. അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് കോഡ് വെച്ച് ഒന്ന് കണക്ട് ചെയ്തൊക്കെ പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പൊ 1 മാർക്ക് ഉറപ്പാണെന്ന് വിചാരിച്ച് വേണം നിങ്ങൾ ഈ ക്ലാസ് കാണാനും അത് പഠിച്ചെടുക്കാനും. ഓക്കെ, ശരി. അപ്പോ ഇതിന്റെ 2 ഭാഗങ്ങളായിട്ടാണ് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ജനന സമയത്ത്, പിന്നെ 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച. അത് ആഴ്ചയുടെ ഒരു കണക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ വരുമ്പോ മാസത്തിന്റെ കണക്കിലേക്ക് വരുന്നുണ്ട്. 9 മാസം, 16 തൊട്ട് 24 മാസം വരെ, പിന്നെ ഒരു 5 മുതൽ 6 വയസ്സ് വരെ, പിന്നെ 10 വയസ്സിലും പിന്നെ 16 വയസ്സിലും എടുക്കേണ്ട വാക്സിൻസിന്റെ ഒരു ലിസ്റ്റ് ആണ് ഇതായി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പതുക്കെ ഓരോന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കിക്കോ, ആദ്യം കിടക്കുന്ന എന്താണ്? ജനന സമയത്ത് അല്ലെ, ജനന സമയത്ത്. ഓക്കെ, ജനന സമയത്ത് എത്ര വാക്സിൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? എത്ര വാക്സിൻസ് കാണാൻ പറ്റുന്നു? ഒരു 3 വാക്സിൻസ് കാണാൻ പറ്റുന്നു അല്ലെ. ജനന സമയത്ത് ഒരു 3 വാക്സിൻസ് നമുക്ക് കാണാൻ പറ്റുന്നു. നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, ഒരു കുട്ടി ജനിച്ചു. ഓക്കെ, ഒരു കുട്ടി ജനിച്ചു. കുട്ടി ജനിച്ചപ്പോൾ നമ്മൾ ഓ ബേബി എന്ന് നമ്മൾ വിളിക്കുകയാണ്. ഓക്കെ, ഓ ബേബി എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, ആ കുട്ടി ജനിച്ചപ്പോൾ നമ്മൾ ഓ ബേബി എന്ന് നമ്മൾ വിളിക്കുകയാണെന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വാട്സപ്പിലും മറ്റുമൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും ചാറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലതിന്റെയും ഷോർട്ട് ഫോംസ് ഉപയോഗിക്കാറുണ്ടല്ലോ. പലതിന്റെയും നമ്മൾ ഷോർട്ട് ഫോംസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്, ശരിയല്ലേ? അപ്പൊ അതുപോലെ ഓ ബേബി എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് ഓ ബി ബി അല്ലെ, ഓ ബേബി എന്ന് ആലോചിക്കാമല്ലോ. ഓ ബേബി എന്ന് ആലോചിക്കാമല്ലോ നിങ്ങൾക്ക്. ഓ ബി ആലോചിക്കാൻ പറ്റുമല്ലോ. യെസ്. അപ്പൊ ആ ഒരു ഓ ബി ബിയിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ആ ഒരു വാക്സിൻസ് ഓർത്ത് വെക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് ആലോചിക്കാം. അപ്പൊ ജനന സമയത്താണ് അല്ലെ ഇത് കൊടുക്കുന്നത്. എപ്പോഴാണ്? ജനന സമയത്താണ്. ജനന സമയത്ത്. ഓക്കെ, ജനന സമയത്ത് നമ്മൾ ഓ ബേബി എന്ന് വിളിച്ചു. ഓ ബി ബി എന്തൊക്കെയാണ് വരുന്നത് നോക്കൂ. ആദ്യം തന്നെ നോക്കിയോ, ഒ പി വി. കണ്ടോ, ഓയില് ഈ കിടക്കുന്ന ഫസ്റ്റ് ഓയിൽ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ഒ പി വി. ഓക്കെ, ഒ പി വി. ഇനി അടുത്ത ബി കിടപ്പുണ്ട്. ആ ബിക്ക് പകരം നമ്മൾ എടുക്കേണ്ടത് ബി സി ജി. ബിക്ക് പകരം നമ്മൾ എന്താണ് എടുക്കേണ്ടത്? ബി സി ജി. അടുത്ത് പിന്നെ ഒരു ബി കിടപ്പില്ലേ? അതെന്ത് ബി ആണ്? അത് ഹെപ്പറ്റൈറ്റിസ് ബി ആണെന്ന് ആലോചിക്കുക. അത് ഈ ഒരു ബി ആലോചിച്ചാൽ മതി. ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗം നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ആ ഹെപ്പറ്റൈറ്റിസ് രോഗത്തിനെതിരെയുള്ള വാക്സിൻ ആണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. ഓക്കെ, അപ്പോ ഒരു കുട്ടി ജനിച്ച സമയത്ത് നമ്മൾ ഓ ബേബി എന്ന് പറഞ്ഞു. ആ ഓ ബേബിയുടെ ഷോർട്ട് ആയിട്ട് നമ്മൾ ഒ ബി ബി എന്ന് എഴുതി അല്ലെ. അപ്പൊ ഒ ബി ബിയിൽ ഫസ്റ്റ് ഓ എന്താണ്? ഒ പി വി. അടുത്ത ബി എന്താണ്? ബി സി ജി. ഓക്കെ, ബി സി ജി. അടുത്ത വീണ്ടും ബി ആണ്. അത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി കിട്ടിയല്ലോ. ഇതിൽ ഒ പി വി എന്ന് പറയുമ്പോൾ ഓറൽ പോളിയോ വാക്സിൻ. ഒ പി വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറൽ പോളിയോ വാക്സിൻ. അതായത് പോളിയോ തുള്ളിമരുന്ന്. പോളിയോ രോഗത്തിനെതിരെ വായിലൂടെ എത്തിച്ചു കൊടുക്കുന്ന തുള്ളിമരുന്നാണ് ആ ഒരു ഒ പി വി എന്ന് പറയുന്നത്. ഇനി അടുത്ത് ബി സി ജി. ഏത് രോഗത്തിനെതിരെയുള്ളതാണ് ബി സി ജി? ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് നേരത്തെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ആദ്യം കൊടുക്കുന്ന വാക്സിൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബി സി ജി ആണ്. ക്ഷയരോഗത്തിനെതിരെ കൊടുക്കുന്ന വാക്സിൻ ആണ് ഏത്? ബി സി ജി. ക്ഷയരോഗത്തിനെതിരെ കൊടുക്കുന്ന വാക്സിൻ ആണ് ബി സി ജി. ഓക്കെ, ബി സി ജിയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ബാസിലസ് കാൽമറ്റിഗ്യൂറിൻ വാക്സിൻ എന്നുള്ളതാണ്. നോക്കൂ, ബാസിലസ് കാൽമറ്റിഗ്യൂറിൻ വാക്സിൻ ആണ് ബി സി ജി. ബാസിലസ് കാൽമറ്റിഗ്യൂറിൻ വാക്സിൻ ആണ് ബി സി ജി. ഓക്കെ അല്ലേ? ശരി. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് മൂന്നാമത്തത്. അത് ഹെപ്പറ്റൈറ്റിസ് ബി രോഗത്തിനെതിരെയുള്ള വാക്സിൻ ആണ് ആ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് പഠിച്ചല്ലോ. കുട്ടി ജനിച്ച കുട്ടിയുടെ അടുത്ത് നമ്മൾ ഓ ബേബി എന്ന് പറഞ്ഞു. ഒ ബി ബി, ഒ പി വി, ബി സി ജി, ഹെപ്പറ്റൈറ്റിസ് ബി. സെറ്റ് ആണല്ലോ. അടുത്ത രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജ് ആണ് നമ്മൾ പണ്ട് കണ്ട ആ ഒരു ജനന സമയം. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 6 ആഴ്ചയാണ്. ഓക്കെ, ജനിച്ചു കഴിഞ്ഞ് 6 ആഴ്ചയാണ് രണ്ടാമത്തെ സ്റ്റേജ്. 6 ആഴ്ച. ഓക്കെ, നമുക്ക് നോക്കാം. ജനിച്ചു കഴിഞ്ഞിട്ട് 6 ആഴ്ചയിൽ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത് നോക്കാം. ഓക്കെ, 6 ആഴ്ച. ഓക്കെ, 6 ആഴ്ച.
ഈ 6 ആഴ്ചയിൽ 5 വാക്സിൻ ആണെന്ന് ആലോചിക്കുക. 6 ആഴ്ചയിൽ എത്ര വാക്സിൻ കൊടുക്കണം? 5 വാക്സിൻ കൊടുക്കണം. 6 ആഴ്ചയിൽ എത്ര വാക്സിൻ കൊടുക്കണം? 6 ആഴ്ചയിൽ 5 വാക്സിൻ കൊടുക്കണം. ഓക്കെ, 5 വാക്സിൻ കൊടുക്കണം. ഈ ഒരു 5 വാക്സിനിൽ ഒന്നാമത്തേത് നമ്മൾ തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ കണ്ട ആദ്യത്തെ ആളായിട്ടുള്ള OPV തന്നെയാണ്. നമ്മൾ അവിടെയും അടുത്ത് കൊടുക്കാനുള്ള ഫസ്റ്റ് ആളെന്ന് പറയുന്നത് OPV തന്നെയാണ്. ഓക്കെ, OPV തന്നെയാണ്. അപ്പൊ നമുക്ക് അവിടെ OPV എഴുതാം. OPV തൊട്ടു മുന്നേ നമ്മൾ OPV എന്ന് മാത്രമല്ലേ എഴുതിയേ. ഇപ്പൊ നമ്മൾ OPVയുടെ ഫസ്റ്റ് ഡോസ് എന്നുള്ള രീതിയിൽ OPV 1 എന്ന് എഴുതുന്നു. OPV 1. ഓക്കെ, ഇങ്ങനെ എഴുതാൻ ഈ ഒരു രീതിയിൽ തന്നെ പഠിച്ചു പോണേ. OPV 1 എന്ന് എഴുതി. ഓക്കെ, ഇനി അടുത്ത 6 ആഴ്ച അല്ലേടാ? 6 ആഴ്ച അല്ലെ? 6. അപ്പൊ 6 കൊണ്ട് തുടങ്ങുന്ന RVV എന്ന് ആലോചിക്കാം. 6 കൊണ്ട് തുടങ്ങുന്ന RVV എന്ന് ആലോചിക്കാം. RVVയുടെയും ഫസ്റ്റ് ഡോസ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മുടെ ജനിച്ച സമയത്തുള്ള കാര്യം OBB പഠിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള 6 ആഴ്ചയിൽ നമ്മൾ എത്തി. അപ്പൊ തൊട്ട് മുന്നത്തെ ഫസ്റ്റ് സ്റ്റേജിൽ കണ്ട OPV ഫസ്റ്റ് നമ്മൾ എഴുതി. അത് കഴിഞ്ഞ് 6 ആഴ്ച എന്ന് പറഞ്ഞപ്പോൾ 6ൽ നിന്ന് RVV എന്ന് കിട്ടി. റോട്ടാ വൈറസ് വാക്സിൻ ആണ് RVV. റോട്ടാ വൈറസ് രോഗങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഈ ഛർദി, വയറിളക്കം അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതാണ് ഈ റോട്ടാ വൈറസ് വാക്സിൻ. ആ ഒരു രോഗം, ആ ഒരു റോട്ടാ വൈറസ് രോഗത്തിനെതിരെ ഉള്ളതാണ് RVV, റോട്ടാ വൈറസ് വാക്സിൻ. അപ്പോ 6 ആഴ്ചയിൽ RVV കിട്ടിയല്ലോ. 6 ആഴ്ചയിൽ RVV. ഓക്കെ, ഇനി അടുത്ത ABCD ഒന്ന് പറഞ്ഞു നോക്ക്. ABCDEF. ആറാമത്തെ അക്ഷരം അല്ലെങ്കിൽ ആറാമത്തെ ലെറ്റർ ഏതാണ്? F അല്ലേ? ആറാമത്തെ 6 ആഴ്ചയിൽ ആറാമത്തെ ലെറ്റർ ആയ F ആലോചിക്കുക. FIPV. FIPV1. FIPV1. ഓക്കെ, കറക്റ്റ് ഓർഡർ ആയിട്ട് ആലോചിച്ച് വെക്കണം. ഫസ്റ്റ് സ്റ്റേജിലുള്ള ആദ്യത്തെ ആളായ OPV1 നമ്മൾ എഴുതി. രണ്ടാമത് 6 ആഴ്ചയുടെ 6 RVV നമ്മൾ എഴുതി. RVV1. ദെൻ നമ്മൾ ABCD പറഞ്ഞു നോക്കിയപ്പോ ആറാമത്തെ ലെറ്റർ F ആണ്. അപ്പൊ നമ്മൾ FIPV1 എഴുതി. FIPV1 എഴുതി. സെറ്റ് അല്ലേ? മനസ്സിലായല്ലോ? ഈ FIPV എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രാക്ഷണൽ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, അതായത് പോളിയോ ഇഞ്ചക്ഷൻ ആണ്. ഫ്രാക്ഷണൽ ഡോസ്, പോളിയോ ഇഞ്ചക്ഷന്റെ ഫ്രാക്ഷണൽ ഡോസ് ആണ് FIPV. ഫ്രാക്ഷണൽ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ. ഫ്രാക്ഷണൽ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ആണ് FIPV. ഓക്കെ, അപ്പൊ ഇത് 3 നമ്മൾ എഴുതി വെച്ചേ. അപ്പൊ 6 ആഴ്ചയിൽ എത്ര വാക്സിൻ ആണെന്ന് നമുക്ക് അറിയാം. 6 ആഴ്ചയിൽ എത്ര വാക്സിൻ ആണ്? 5 വാക്സിൻ ആണ് അല്ലെ? 6 ആഴ്ചയിൽ നമ്മൾ കൊടുക്കേണ്ടത് 5 വാക്സിൻ ആണെന്ന് നമുക്കറിയാം. ഇനി ഈ 2 കൂടെ വരാനുണ്ട്. ആ 2 നമ്മൾ എടുക്കുന്നത് ഈ PVയിൽ നിന്നാണ്. FIPVയിലുള്ള PVനെ ഒന്ന് ആലോചിക്കുക. ആ PVയിൽ നിന്നാണ് നമ്മൾ അടുത്ത 2 വാക്സിൻസിലോട്ട് എത്തുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. PV പെന്റാവാലന്റ് കിട്ടോടാ. PV പെന്റാവാലന്റ്. PV പെന്റാവാലന്റ്. ഓക്കെ, പെന്റാവാലന്റ്. പെന്റാവാലന്റ് 1. പെന്റാവാലന്റ് 1. ഈ പെന്റാവാലന്റ് എന്ന് പറയുമ്പോൾ 5 രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിൻ ആണ് പെന്റാവാലന്റ് വാക്സിൻ. ഓക്കെ, 5 രോഗങ്ങൾക്ക് എതിരെയുള്ള വാക്സിൻ ആണ് ഏതെന്ന് പറയുന്നത്? പെന്റാവാലന്റ്. 5 രോഗങ്ങൾക്കെതിരെ പെന്റാവാലന്റ് വാക്സിൻ. ഓക്കെ, അത് കിട്ടി. അടുത്ത നമുക്ക് 5 ഉണ്ടെന്ന് അറിയാം. ഈ PV ലാസ്റ്റ് കിടക്കുന്ന PVയിൽ നിന്നാണ് 2 എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അതിൽ 1 നമ്മൾ എടുത്തു, പെന്റാവാലന്റ് എടുത്തു. അടുത്ത ഈ PVയിൽ നമ്മൾ ആ Pക്കും Vക്കും ഇടയിൽ ഒരു C കൂടെ ഇട്ട് കൊടുത്താൽ മതി. PCV. നോക്ക്, PCV. ഇതാ ഇവിടെ PV ഉണ്ടല്ലോ. ഈ Pന്റെയും Vന്റെ ഇടയിൽ ഒരു C കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ PCV ആയല്ലോ. PCV1. 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 ഓക്കെ, PCV1. ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ ആണ് PCV. നമ്മുടെ ന്യൂമോണിയ, അതേപോലത്തെ അങ്ങനത്തെ ഈ സൈനസ് പ്രശ്നങ്ങൾ, ന്യൂമോണിയ, ഇയർ ഇൻഫെക്ഷൻസ്, അതിനൊക്കെ എതിരായിട്ട് കൊടുക്കുന്ന വാക്സിൻ ആണ് PCV എന്ന് പറയുന്നത്. ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ PCV1. ഓക്കെ, അപ്പോ അടുത്ത രണ്ടാമത്തെ സ്റ്റേജ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ഓർഡറിന് വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേജ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജിൽ 6 ആഴ്ചയാണ് രണ്ടാമത്തെ സ്റ്റേജ്. 6 ആഴ്ചയിൽ എത്ര വാക്സിൻ ഉണ്ട്? 5 വാക്സിൻ ഉണ്ട്. എങ്ങനെ ഓർമ്മിക്കും? തൊട്ട് മുന്നത്തെ OBBയിലെ O നമുക്ക് ഓർമ്മയുണ്ട്. ഫസ്റ്റ് തുടക്കത്തിലുള്ള ആളിന് നമുക്ക് ഓർമ്മയുണ്ട്. അയാളാണ് OPV. OPV ഫസ്റ്റ് നമ്മൾ എഴുതി. 6 ആഴ്ചയുടെ 6 RVV1 നമ്മൾ എഴുതി. ഇനി ABCD പറഞ്ഞു നോക്കുമ്പോൾ F ആണ് ആറാമത്തെ ലെറ്റർ. ആ ആറാമത്തെ ലെറ്റർ വരുന്ന Fൽ തുടങ്ങുന്ന FIPV1 നമ്മൾ എഴുതി. FIPV1 എഴുതി. ഇത്ര എഴുതി കഴിഞ്ഞാൽ ആ FIPVയിലുള്ള PVനെ ആലോചിക്കണം. ആ PV വെച്ചിട്ടാണ് ബാക്കി 2 PV പെന്റാവാലന്റ് 1. പെന്റാവാലന്റ് 1.
ഇനി ആ പി വിയിൽ പിക്കും വിക്കും ഇടയിൽ ഞാനൊരു സി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പി സി വി ടി PCV1 PCV1. അപ്പൊ 6 ആഴ്ച 5 വാക്സിൻ കിട്ടിയല്ലോ. 6 ആഴ്ച 5 വാക്സിൻ കിട്ടിയല്ലോ രണ്ടാമത്തെ സ്റ്റേജ്. ഓക്കെ, ശരി. മൂന്നാമത്തെ സ്റ്റേജിലോട്ട് പോവാം നമുക്ക്. മൂന്നാമത്തെ സ്റ്റേജിലോട്ട് അപ്പൊ 6 ആഴ്ചയിലുള്ള 5 വാക്സിൻസ് ഇവിടെ നോക്കി നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം. OPV, RVV, FIPV, പെന്റാവാലന്റ്, PCV1. അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് ആണ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 10 ആഴ്ച. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എത്ര ആഴ്ച? 10 ആഴ്ച. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേജ് 10 ആഴ്ചയാണ്. എഴുതി നോക്കാം. മൂന്നാമത്തെ സ്റ്റേജ് 10 ആഴ്ച. അവിടെ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് മൂന്നാമത്തെ സ്റ്റേജിൽ 3 വാക്സിൻ എന്ന് ആലോചിക്കാം. മൂന്നാമത്തെ സ്റ്റേജിൽ എത്ര വാക്സിൻ? മൂന്നാമത്തെ സ്റ്റേജിൽ 3 വാക്സിൻ. മൂന്നാമത്തെ സ്റ്റേജിൽ 3 വാക്സിൻ എന്ന് ആലോചിക്കാം. ഏതൊക്കെയാണ് 3 വാക്സിൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുന്നത്തെ, അതായത് രണ്ടാമത്തെ സ്റ്റേജിലുള്ളതിലോട്ട് നോക്കുക. തൊട്ട് മുന്നത്തെ ഇതിൽ ആദ്യത്തെ 2 എണ്ണം അങ്ങനെ അങ്ങ് എടുത്ത് എഴുതാം. ഓക്കെ, ആദ്യത്തെ 2 എണ്ണം എന്ന് പറയുമ്പോൾ ഏതൊക്കെ? OPVയും RVVയും അല്ലേ? ഇതിന്റെ ഫസ്റ്റ് ഡോസ് അല്ലേ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിൽ കൊടുത്തത്? അപ്പൊ തൊട്ടടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ അതിന്റെ അടുത്ത ഡോസ്. അപ്പൊ എത്രാമത്തെ ഡോസ് ആയിരിക്കും? രണ്ടാമത്തെ ഡോസ് ആയിരിക്കും. അതായത് നമ്മൾ എങ്ങനെയാണ് ആലോചിക്കേണ്ടത്? മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ 10 ആഴ്ച അല്ലെ? മൂന്നാമത്തെ സ്റ്റേജ് ആണ് 10 ആഴ്ച. അവിടെ നമ്മൾ മൂന്നാമത്തെ സ്റ്റേജിൽ 3 വാക്സിൻ കൊടുക്കണം. തൊട്ട് മുന്നത്തെ സ്റ്റേജിലുള്ള 2 വാക്സിൻസ് അതേപോലെ നമുക്ക് എടുക്കാം. അതായത് OPVയും RVVയും അതിന്റെ സെക്കൻഡ് ഡോസുകളാണ് ആണല്ലോ. OPV1ഉം OPV2ഉം RVV2ഉം. ഓക്കെ, OPV2 RVV2 OPV2 RVV2 ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഇനി നമുക്കറിയാം ഇവിടെ 3 വാക്സിൻ ആണെന്നുള്ള ഓർമ്മ നമുക്ക് വേണം അല്ലെ? നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ സ്റ്റേജിൽ 3 വാക്സിൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഒരാളും കൂടിയാണ് ബാക്കിയുള്ളത്. ആ ഒരാളിനെ എങ്ങനെ എടുക്കുന്നു ചോദിച്ചാൽ നേരത്തെ നമ്മൾ പഠിച്ച പോലെ ഈ PVനെ നോക്കുക. PVനെ നോക്കി എങ്ങനെ വായിക്കാം നമുക്ക്? PVനെ നോക്കി പെന്റാവാലന്റ് എന്ന് വായിച്ചൂടെ? PVനെ നോക്കി പെന്റാവാലന്റ് എന്ന് വായിച്ചൂടെ? വായിക്കാം. അപ്പൊ PVനെ നോക്കി നമ്മൾ പെന്റാവാലന്റ് എന്ന് വായിക്കുന്നു. പെന്റാവാലന്റ് തൊട്ട് മുന്നേ നമ്മൾ ഒരെണ്ണം കൊടുത്തു, ഒന്നാമത്തെ ഡോസ് കൊടുത്തു. അപ്പൊ നമ്മൾ ഇനി കൊടുക്കേണ്ടത് എത്രാമത്തെ ഡോസ് ആണ്? രണ്ടാമത്തെ ഡോസ് ആണ് പെന്റാവാലന്റിൽ നമ്മൾ ഇനി കൊടുക്കേണ്ടത് അല്ലെ? രണ്ടാമത്തെ ഡോസ് ആണ് പെന്റാവാലന്റിൽ നമ്മൾ ഇനി കൊടുക്കേണ്ടത്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേജ് 10 ആഴ്ചയാണ്. മൂന്നാമത്തെ സ്റ്റേജിൽ 3 വാക്സിൻ. തൊട്ട് മുന്നത്തെ സ്റ്റേജിലുള്ള ആദ്യത്തെ 2 എണ്ണം അതേപോലെ എടുത്ത് എഴുതി. ദെൻ നമ്മൾ ആ PV നോക്കി പെന്റാവാലന്റ് 2 എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ? കിട്ടിയല്ലോ? ഇനി നമുക്ക് 4ാമത്തെ സ്റ്റേജിലോട്ട് പോയാലോ? 4ാമത്തെ സ്റ്റേജ്. ഓക്കെ, 4ാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ്. 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് 14 ആഴ്ചയാണ്. 4-14 കിട്ടുമല്ലോ. 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 14 ആഴ്ചയാണ് 4ാമത്തെ സ്റ്റേജ്. കണ്ടോ? 4ാമത്തെ സ്റ്റേജ് 14 ആഴ്ച. അപ്പൊ അവിടെ നോക്കുമ്പോഴും നിങ്ങൾക്ക് 5 വാക്സിൻ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ? 5 വാക്സിൻ ഇവിടെ നോക്കുമ്പോൾ 5 വാക്സിൻ കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ ഇതിങ്ങനെ നമുക്ക് ആലോചിച്ച് വെക്കാൻ പറ്റും. അതായത് 1-1-3 എന്ന് പറയുന്ന പരിപാടി നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ നോർമലി കേൾക്കുന്ന ഒരു പരിപാടി 1-1-3 എന്നൊരു സംഗതി കേട്ടിട്ടുണ്ടോ? 1-ലും 3-ലും 3 വാക്സിൻ. മൂന്നാമത്തെ സ്റ്റേജിൽ 3 ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, 1-ലും 3-ലും എത്ര വാക്സിൻ? 3 വാക്സിൻ. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ജനന സമയത്തും 3 വാക്സിൻ. മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ട് 10 ആഴ്ചയിലും 3 വാക്സിൻ. മൂന്നാമത്തെയും സ്റ്റേജിൽ 3 വാക്സിൻ. ഇനി അടുത്ത രണ്ടാമത്തെയും 4ാമത്തെയും സ്റ്റേജിൽ എത്ര വാക്സിൻ? 5 വാക്സിൻ. രണ്ടാമത്തെയും 4ാമത്തെയും സ്റ്റേജിൽ 5 വാക്സിൻ ആണ് വരുന്നത്. അവിടെ നമ്മൾ 6 ആഴ്ചയിൽ 5 വാക്സിന് നേരത്തെ പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാൻ എളുപ്പമുണ്ട്. അവിടെ രണ്ടാമത്തെയും 4ാമത്തെയും സ്റ്റേജിൽ 5 വാക്സിൻ ആണ് ഉള്ളത്. ഇനി നമുക്ക് ആ 4ാമത്തെ സ്റ്റേജിലുള്ള കാര്യങ്ങൾ നോക്കാം. 14ാമത്തെ ആഴ്ചയിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, 14ാമത്തെ ആഴ്ചയിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 14ാമത്തെ ആഴ്ചയിൽ 5 വാക്സിൻ ആണെന്ന് അറിയാം അല്ലെ? 5 വാക്സിൻ ആണെന്ന് അറിയാം. തൊട്ട് മുമ്പത്തെ സ്റ്റേജിൽ 3 എണ്ണം കിടപ്പില്ലേ? അതായത് 10 ആഴ്ചയിൽ ഒരു 3 എണ്ണം കിടപ്പില്ലേ? ആ 3 എണ്ണം അതേപോലെ അടുത്ത സ്റ്റേജിൽ റിപ്പീറ്റ് ചെയ്യും. അതിന്റെ അടുത്ത ഡോസ്, അതായത് 10 ആഴ്ചയിൽ OPV2 RVV2 പെന്റാവാലന്റ് 2 ആണ് നമ്മൾ കൊടുത്തത്. അതിന്റെ നെക്സ്റ്റ് ഡോസ് അടുത്തതിൽ ഫുള്ള് റിപ്പീറ്റ് ചെയ്യുന്ന പറയുമ്പോൾ എങ്ങനെ വരും? OPV3 RVV3 പെന്റാവാലന്റ് 3 അല്ലെ? അങ്ങനെയല്ലേ വരിക? നമുക്ക് എഴുതാം OPV3 RVV3 പെന്റാവാലന്റ് 3. OPV3 RVV3 പെന്റാവാലന്റ് 3 കിട്ടിയല്ലോ. ആ 3 എണ്ണം കിട്ടിയല്ലോ. ഇനി
അടുത്ത എങ്ങനെ നമ്മൾ എഴുതും? അടുത്ത രണ്ടെണ്ണം, 5 ഉണ്ടെന്ന് നമുക്ക് അറിയാമേ. ഇനി അടുത്ത രണ്ടെണ്ണം എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം. നോക്കൂ, തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ നമ്മൾ ഈ 3 അതേപോലെ എടുത്തു. ഇനി അതിന്റെയും മുന്നത്തെ രണ്ടാമത്തെ സ്റ്റേജിൽ, അതായത് നേരത്തെ 5 വന്നിട്ടുള്ള ആ രണ്ടാമത്തെ സ്റ്റേജിൽ എന്തൊക്കെയാണ് ഇനി എക്സ്ട്രാ ബാക്കിയുള്ളത് നോക്കൂ. എക്സ്ട്രാ നമ്മൾ ഇവിടെ എടുക്കാത്ത എക്സ്ട്രാ എന്തൊക്കെ ബാക്കിയുണ്ട്? FIPVയും PCVയും അല്ലേ ബാക്കിയുള്ളത്? ബാക്കി മൂന്നിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു അല്ലെ? നമ്മൾ ആ ഒരു തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ നിന്ന് ബാക്കി 3 നമ്മൾ എടുത്തു. ഇനി നമ്മൾ ഇവിടെ എടുക്കാൻ ബാക്കിയുള്ളത് FIPVയും PCVയും ആണ്. ഇവിടെ രണ്ടാമത്തെ സ്റ്റേജിൽ അല്ലെങ്കിൽ 6 ആഴ്ചയിൽ FIPV 1ഉം PCV 1ഉം ആണ് നമ്മൾ കൊടുത്തത്. അപ്പൊ അത് ഇങ്ങോട്ട് വരുമ്പോ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോ FIPV 2ഉം PCV 2 ആയിട്ടല്ലേ വരിക? FIPV 2ഉം PCV 2, FIPV 2ഉം PCV 2. ഓക്കെ, മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ രണ്ടാമത്തെ സ്റ്റേജിൽ ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ എടുക്കണം. അവിടെ അത് രണ്ടാമത്തെ ഡോസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കൊന്ന് ഇത്രയും പറഞ്ഞു നോക്കിയാലോ? ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാലോ? നോക്കിക്കോ, ഇത്രയും കാര്യം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, നമ്മള് വാക്സിൻസ് ആണ് പഠിക്കുന്നത്. നമ്മൾ അതിന് ആദ്യം 4 സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ജനന സമയമാണ്. രണ്ടാമത്തെ സ്റ്റേജ് എത്ര ആഴ്ചയാണ്? 6 ആഴ്ച. രണ്ടാമത്തെ സ്റ്റേജ് 6 ആഴ്ച. മൂന്നാമത്തെ സ്റ്റേജ് 10 ആഴ്ച. ഈ 6ന്റെ കൂടെ ഒരു 4 കൂട്ടിയാൽ മതി, നമുക്ക് 10 ആഴ്ച എന്ന് കിട്ടും. 10ന്റെ കൂടെ ഒരു 4 കൂട്ടിയാൽ മതി, 14 ആഴ്ച എന്നുള്ളത് കിട്ടും. ശരിയല്ലേ? അപ്പൊ 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച. അത് ആദ്യം ഒന്ന് പഠിച്ച് മാറ്റി. ഇനി കുട്ടി കുട്ടി ജനിച്ചപ്പോ നമ്മൾ എന്ത് പറഞ്ഞു? ഓ ബേബി എന്ന് പറഞ്ഞു അല്ലെ? OBB. ഓക്കെ, OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി. അത് നന്നായിട്ട് കിട്ടിയല്ലോ. OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി. 6 ആഴ്ചയിൽ എത്ര വാക്സിൻ? 6 ആഴ്ചയിൽ 5 വാക്സിൻ. 6 ആഴ്ചയിൽ 5 വാക്സിൻ. ഓക്കെ, ശരി. ഈ 5 ഏതൊക്കെയാണ് 5 വരുന്നത്? തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ ഒന്നാമത്തെ ആളായിട്ടുള്ള OPV അങ്ങനെ നമ്മൾ എടുത്തു. OPV ഈ 4 എടുത്ത് ഇതെല്ലാത്തിലും കണ്ടോ? OPV കോമൺ ആയിട്ട് തുടക്കത്തിൽ OPV ആണ് എല്ലാം വരുന്നത്. കണ്ടോ? എല്ലാം OPV ആണ് കോമൺ ആയിട്ട് തുടക്കത്തിൽ വരുന്നത്. അപ്പൊ OPV 1 നമ്മൾ OPV 1 കൊടുത്തു. എന്നുള്ളതിൽ നിന്ന് RVV 1 എടുത്തു. പിന്നെ ABCD പറഞ്ഞു നോക്കിയപ്പോ 6ാമത്തെ അക്ഷരം F ആണ്. അപ്പൊ നമ്മൾ FIPV 1 എടുത്തു. RVV 1, FIPV 1. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ FIPVയിലുള്ള PVനെ നോക്കണം അല്ലെ? ആ PVയെ നോക്കിയിട്ടാണ് ബാക്കി 2 എഴുതാനുള്ളത്. 5 വാക്സിൻ ഉണ്ടെന്ന് നമുക്കറിയാം. ബാക്കി 2 ആ PV എന്നാണ് എഴുതേണ്ടത്. PVയിലുള്ള പെന്റാവാലന്റ് 1. പിന്നെ ആ പിക്കും വിക്കും ഇടയിൽ ഒരു സിയും കൂടെ നമ്മൾ ഇട്ടു. PCV 1ഉം കൂടെ നമ്മൾ ഇട്ടു. ഓക്കെ, PCV 1ഉം കൂടെ നമ്മൾ എന്ത് ചെയ്തു? PCV 1ഉം കൂടെ നമ്മൾ ഇട്ടു. ഓക്കെ അല്ലേ? അത് ക്ലിയർ ആയല്ലോ? 6 ആഴ്ചയുടെ കേസ് ക്ലിയർ ആയി. ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള 10 ആഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള 10 ആഴ്ചയിലേക്ക് പോകുന്നു. മൂന്നാമത്തെ സ്റ്റേജിൽ എത്ര വാക്സിൻ? മൂന്നാമത്തെ സ്റ്റേജിൽ 3 വാക്സിൻ. എങ്ങനെ എടുക്കും? തൊട്ട് മുന്നത്തെ സ്റ്റേജിലുള്ള ആദ്യത്തെ 3 അങ്ങനെ അങ്ങ് എടുത്താൽ മതി. വേറെ ഒന്നുമില്ല അവിടെ ബുദ്ധിമുട്ട്. തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ ആദ്യത്തെ 3 എടുക്കുക. അതായത് OPV, RVV, പെന്റാവാലന്റ് അല്ലെ? അതിന്റെയൊക്കെ സെക്കൻഡ് ഡോസിലേക്ക് പോകണം. OPV 2, RVV 2, പെന്റാവാലന്റ് 2. കിട്ടിയല്ലോ? ശരി. ഇനി അടുത്ത് നമ്മൾ 4ാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള 14ാമത്തെ ആഴ്ചയിലേക്ക് പോവുകയാണ്. അവിടെയും എത്ര വാക്സിൻ ഉണ്ടെന്ന് അറിയാം? 2ലും 4ലും എത്ര വാക്സിൻ ഉണ്ട്? 5 വാക്സിൻസ് ഉണ്ട് അല്ലെ? 5 വാക്സിൻസ് ഉണ്ട്. അപ്പൊ അവിടെയും ബുദ്ധിമുട്ടൊന്നുമില്ല. തൊട്ട് മുന്നത്തെ സ്റ്റേജിലുള്ള ഈ 3 അതേപോലെ ഇങ്ങോട്ട് എടുക്കുക. അതിന്റെ എത്രയാണോ നമ്പർ തൊട്ട് മുന്നേ കൊടുത്തത് അതിന്റെ അടുത്ത നമ്പർ കൊടുക്കുക. ഇവിടെ OPV 2, RVV 2, പെന്റാവാലന്റ് 2 ആണെങ്കിൽ തൊട്ടടുത്ത് വരുമ്പോൾ OPV 3, RVV 3, പെന്റാവാലന്റ് 3. OPV 3, RVV 3, പെന്റാവാലന്റ് 3. അത് കിട്ടും. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 3 പുറമെ ഈ ഒരു രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെ ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. നമ്മൾ ഇപ്പൊ എടുക്കാത്തതായിട്ട് ബാക്കിയുള്ളത് ഈ 2 മാത്രമല്ലേ ബാക്കിയുള്ളത്? ഇത് FIPV 1ഉം PCV 1ഉം ആണെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് FIPV 2ഉം PCV 2 ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ ഇത് സ്വന്തമായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്ത് ഇത് ഇത്രയും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇപ്പൊ തന്നെ നമ്മൾ ഈ 4 സ്റ്റേജ് പഠിച്ച് സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അടുത്ത സ്റ്റേജ് വരുന്ന ഈ ബാക്കിയുള്ള ഇത്രയും കാര്യങ്ങൾ, ഈ ബാക്കിയുള്ള ഒരു എത്ര സ്റ്റേജ് ഉണ്ട്? 5 സ്റ്റേജ് ഉണ്ട് അല്ലെ? അതുകൂടി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ നിങ്ങൾക്ക് ഒരു കൂടുതലായി പോകും, പഠിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതലായി പോകും. അപ്പൊ ഈ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാം. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ആദ്യത്തെ പാർട്ടിൽ വരുന്ന ഈ 4 സ്റ്റേജസിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യാ? ഇരിക്കുക കേട്ടോ. അപ്പൊ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഞാൻ.
അപ്പോൾ എന്തായാലും വരുന്ന പരീക്ഷകൾ ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾ നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിട്ട് പഠിച്ചു വെക്കാം. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്